SFI നേതാവ് ഐഷി ഘോഷിനെതിരായ അറസ്റ്റ് വാറണ്ട് റദ്ദാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ കോടതി റദ്ദാക്കിയിരുന്നു. ഇപ്പോൾ ആ വാറണ്ടും കോടതി റദ്ദാക്കുന്നു. കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് ഐഷി ഘോഷിനെതിരായ പോലീസ് നടപടിയൊക്കെ സഭയിൽ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഐഷി ഘോഷിന്റെ പ്രതികരണം വന്നു. 1000 രൂപ പിഴയും പോലീസിന് ചുമത്തിയിരിക്കുന്നതാണ്. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായിട്ടുണ്ട്. വിഷ്ണു, എന്താണ് കോടതി അറസ്റ്റ് വാറണ്ട് റദ്ദാക്കിക്കൊണ്ട് എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയുണ്ടായോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐഷി ഘോഷിനെതിരായിട്ടുള്ള നോൺ ബെയിലബിൾ വാറന്റ് റദ്ദാക്കിയിരിക്കുകയാണ്. ഒപ്പം വാറന്റ് ഇഷ്യൂ ചെയ്ത നടപടിയിലുണ്ടായ നടപടിക്രമത്തിന്റെ ഭാഗമായി തന്നെ ഐഷി ഘോഷിന് 1000 രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട്. ആ പിഴ അടച്ചതിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുന്ന തീയതി കോടതി അനുവദിച്ചു നൽകും. നേരത്തെ ഈ നോൺ ബെയിലബിൾ വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് CPM-ന്റെ ആസ്ഥാന മന്ദിരമായ AKG ഭവനിലെത്തുകയും ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ ഇന്നലെ കോടതിയിൽ ഹാജരായ ഐഷിയുടെ അഭിഭാഷകൻ വാറന്റ് റദ്ദാക്കണമെന്നും സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ വാറന്റിന്മേൽ അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് കോടതി ഉറപ്പ് നൽകുകയും ആ വാറന്റ് സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും കേസ് പരിഗണിക്കുകയായിരുന്നു. ആ പരിഗണിക്കുമ്പോഴാണ് ഐഷി ഘോഷിന്റെ വാദങ്ങൾ പരിഗണിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ ആ വാറന്റ് റദ്ദാക്കിയിരിക്കുന്നത്. ഉടൻ അടുത്ത തീയതി നൽകും. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കേസ് പരിഗണിക്കുമ്പോൾ ആ ഒരു കേസ് പരിഗണിക്കുന്ന വേളയിൽ കോടതിയിൽ ഐഷി ഘോഷ് ഹാജരായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇത് സമൻസായും പിന്നീട് വാറന്റായും മാറിയത്. CJP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി കൂട്ടായ്മകൾ ജന്തർ മന്ദറിൽ നടത്തിയിരുന്ന സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു ഐഷി ഘോഷ്. ഈ 1000 രൂപ പിഴ ചുമത്തിയത് ഐഷി ഘോഷിനായിരുന്നോ? എന്തായിരുന്നു അത് എന്ന രാഷ്ട്രീയ ആരോപണവും CPM ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും വാറന്റിന്റെ ഭീഷണി ഐഷി ഘോഷിന് ഒഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത വിഷ്ണു ഒറ്റ കാര്യം, ഈ 1000 രൂപ പിഴ ചുമത്തിയത് ആർക്കായിരുന്നു? ഐഷി ഘോഷാണ്? എന്തെന്ന് എനിക്ക് വ്യക്തമായില്ലായിരുന്നു. ഐഷി ഘോഷിനാണ് പിഴ ചുമത്തിയിട്ടുള്ളത്. ഐഷി ഘോഷിനാണ്. അതായത് വാറന്റ് ഇഷ്യൂ ചെയ്ത സാഹചര്യത്തിൽ വാറന്റ് റദ്ദാക്കുന്നതിന് അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായ ചിലവടക്കമുള്ള തുകയാണ് ഈ 1000 രൂപ എന്ന് പറയുന്നത്. ആ പിഴയാണ് ഇപ്പോൾ ഐഷി ഘോഷിന് ചുമത്തിയിരിക്കുന്നത്. ഈ അറസ്റ്റ് വാറന്റ് റദ്ദാക്കിയും പക്ഷേ ഐഷി ഘോഷിന് പിഴ ചുമത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു കേസ് ഇത്രത്തോളം ഈ ഒരു നിലയിൽ നടപടികളുമായി പോകേണ്ടതാണോ എന്ന സംശയമാണ് ഉന്നയിക്കപ്പെട്ടത്. ആ കേസിന് ആസ്പദമായ കാര്യം കൂടി ഒന്ന് പറയാം വിഷ്ണു. അതായത് ഈ കേസ് 2021 രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസാണ്. 2021 ബംഗ്ലാ ഭവൻ മാർച്ചുമായി ബന്ധപ്പെട്ട് SFI നടത്തിയ മാർച്ചിൽ പങ്കെടുക്കവെയാണ് ഐഷി ഘോഷിനെതിരെ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ കേസിന്റെ ഭാഗമായി കഴിഞ്ഞ 5 വർഷക്കാലവും ഇതിന്റെ നടപടികൾ കോടതിയിൽ വിചാരണ നടപടികൾ അടക്കം പുരോഗമിച്ചു വരികയായിരുന്നു. അതിനിടെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മാത്രം ഈ ഐഷി ഘോഷിന് കോടതിയിൽ ഹാജരാകാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ സമൻസ് അയക്കുകയും പിന്നീട് സമൻസ് വാറന്റായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ സമയം, അതായത് ഈ അറസ്റ്റ്. ശരി വിഷ്ണു, എന്തായാലും പാർലമെന്റ് ആരംഭിക്കാൻ പോവുകയാണ്. നമുക്ക് അതിന്റെ വാർത്തയിലേക്ക് വേഗം പോകണം. SFI നേതാവായ ഐഷി ഘോഷിനെതിരായ അറസ്റ്റ് വാറണ്ട്, ഡൽഹി പോലീസിന്റെ അറസ്റ്റ് വാറണ്ട് കോടതി റദ്ദാക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലെ ഒരു വിഷയം മൂലം ഐഷിക്ക് 1000 രൂപ പിഴയും കോടതി ചുമത്തിയിട്ടുണ്ട്.